തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ പ്രാദേശിക തലത്തിലുള്ള, അതായത് പഞ്ചായത്തുകളിലൊക്കെ നടക്കുന്ന നല്ല പ്രവർത്തനങ്ങളും ഒപ്പം അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഒരു രൂപ പോലും ചെലവില്ലാതെ നാടൊന്നാകെ കൃഷിയിടമാക്കുകയാണ് കാസർഗോഡ് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത്. പുതുതായി രൂപീകരിച്ച കാർഷിക സേന എന്ന പദ്ധതിയിലൂടെയാണ് അടുക്കളത്തോട്ടവും തരിശുഭൂമിയിലെ പച്ചക്കറി കൃഷിയും ഒക്കെ വ്യാപകമാക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ 3000-ലേറെ വീടുകളിൽ ഇതിനോടകം അടുക്കളത്തോട്ടം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് കാർഷിക സേന എന്ന ആശയത്തിന് രൂപം നൽകിയത്. അപേക്ഷ ക്ഷണിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട 10 പേരെ ഉൾപ്പെടുത്തി കൃഷിഭവനുമായി സഹകരിച്ചായിരുന്നു പ്രവർത്തനം. ആദ്യഘട്ടത്തിൽ തൈകൾ ഉത്പാദിപ്പിച്ച് കർഷകർക്ക് നൽകി. ഇതിന് സ്വീകാര്യത ലഭിച്ചതോടെ പദ്ധതി വ്യാപിപ്പിക്കുകയായിരുന്നു. നമ്മുടെ പഞ്ചായത്തിലെ ഇന്നൊരു 80% വീടുകളിൽ സ്വന്തമായിട്ട് ആവശ്യമുള്ള തക്കാളി, പച്ചമുളക്, മഞ്ഞൾ, പിന്നെ ചെറിയ രീതിയിലുള്ള പച്ചക്കറികളെല്ലാം ഉൽപ്പാദിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ 2ാം ഘട്ടത്തിൽ വിത്തും മണ്ണും കാര്യങ്ങളും വളവും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പോട്ടോടുകൂടി കൊടുക്കുന്നുണ്ട്. വിത്തും വളവും സ്വന്തമായി ഉത്പാദിപ്പിക്കുന്നതോടൊപ്പം കർഷകർക്ക് കൃഷിയിടങ്ങളിലെത്തി സഹായവും ചെയ്തു നൽകുന്നുണ്ട് ഇപ്പോൾ കാർഷിക സേന. ഇതുവഴി 3000-ഓളം അടുക്കളത്തോട്ടങ്ങൾ ഒരുക്കാനും തരിശുഭൂമി കൃഷിയോഗ്യമാക്കാനും സാധിച്ചു. മുഴുവൻ സമയവും തൈകൾ ഉണ്ടാക്കുന്നുണ്ട്, വിത്ത് വിതരണമുണ്ട്. അതുപോലെ കണ്ടെയ്നർ കൃഷിക്ക് ആവശ്യമായ പോട്ട് മിശ്രിതം തയ്യാറാക്കി ചട്ടികളിൽ കൃഷി, അതുപോലെ ജൈവവള നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ചകിരിച്ചോർ കമ്പോസ്റ്റ്, ട്രൈക്കോഡർമ എൻറിച്ച്ഡ് ചാണകവളം പോലുള്ള ജൈവവള നിർമ്മാണ യൂണിറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ കർഷകരുടെ ഫീൽഡിൽ പോയി അവർക്ക് ആവശ്യമായ പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. കർഷകരെ സഹായിക്കുന്നതിനൊപ്പം സ്വന്തം നിലയ്ക്ക് കൃഷി ചെയ്യാനും വിളവെടുത്ത് വിപണിയിലെത്തിക്കാനും കാർഷിക സേനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തൈകളും നമ്മളിപ്പോൾ കൃഷിഭവനിൽ നിന്ന് തന്നെ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പച്ചക്കറിക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരുടെ കൃഷിയിടത്തിൽ പോയിട്ട്. സർക്കാരിന്റെ സബ്സിഡിയോടെയാണ് കാർഷിക സേനയുടെ പ്രവർത്തനം. വിത്തിനും വളത്തിനും ലഭിക്കുന്ന സബ്സിഡിയിൽ നിന്ന് മിച്ചം പിടിക്കുന്ന തുകയാണ് ഇവരുടെ ശമ്പളം. കഴിഞ്ഞ ഓണക്കാലത്ത് സ്വന്തമായി ഉത്പാദിപ്പിച്ച 60 കിലോയോളം പച്ചക്കറികളാണ് വിപണിയിലെത്തിച്ചത്. സ്ഥലപരിമിതി ഉള്ളതിനാൽ വിത്ത് വള ഉത്പാദനം വ്യാപിപ്പിക്കുന്നതിന് തടസ്സമുണ്ടായിരുന്നു. ഇതിന് പരിഹാരമായി സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. ഓരോ വാർഡ് തോറും ഇങ്ങനെയുള്ള ചെറിയ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മളെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നമ്മൾ കൊടുക്കും. ഇപ്പോൾ ജൈവ വള യൂണിറ്റ് നമ്മൾ കൃഷിഭവന് തൊട്ടടുത്ത് സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ അതും തീർച്ചയായിട്ടും നമുക്ക് ഇവർക്കൊക്കെ കൂടുതൽ പരിഗണന കൊടുക്കണമെന്നാണ് ഭരണസമിതി ആലോചിക്കുന്നുള്ളത്. നിലവിൽ പഴം പച്ചക്കറി കൃഷി മാത്രമാണ് കാർഷിക സേന ഏറ്റെടുത്ത് ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷം മുതൽ നെൽകൃഷിയിലേക്ക് ഉൾപ്പെടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പഞ്ചായത്തിന്റെയും കാർഷിക സേനയുടെയും തീരുമാനം. ഒപ്പം കൂടുതൽ തരിശുഭൂമിയിലേക്ക് കൃഷി വ്യാപകമാക്കാനും പദ്ധതിയുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.